ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് 5 ഐസ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കംബോഡിയ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഐസിനെ കുറിച്ചാണ്. ഈ 5 ഐസ് അലയൻസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ അവിടെ സൈന്യത്തിലേക്ക് ആവശ്യത്തിനുള്ള ആളുകൾ കിട്ടാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ 5 ഐ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഓസ്ട്രേലിയയിൽ മിലിറ്ററിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്നുള്ള പുതിയൊരു റൂള് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16-നകത്തൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 ഐസ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞൊരു ഒക്ടോബർ നവംബർ ആ സമയത്തൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു അലയൻസിനെ കുറിച്ച്. ഇത് ബേസിക്കലി ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഷെയറിംഗ് അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 5 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഷെയറിംഗ് അലയൻസ് ആണ് 5 ഐസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഈ നാസി ജർമ്മനിയുടെയും അതുപോലെ തന്നെ ജപ്പാന്റെയും ഒക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മിലിറ്ററി മെസ്സേജസ് അയക്കുന്ന കോഡുകൾ അമേരിക്കയും UK ഒക്കെ ചേർന്നുകൊണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ഫോം, ഈ 5 ഐസ് അലയൻസിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1946 അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ചേർന്നിട്ട് ഒരു UK USA എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് ഇന്റലിജൻസ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എഗ്രിമെന്റ് ആണ് പിന്നീട് ഈ 5 ഐസ് അലയൻസിന്റെ ബേസ് ആയിട്ട് മാറുന്നത്. ആ എഗ്രിമെന്റിൽ ആദ്യ കാലഘട്ടത്തിൽ US-ഉം UK മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1948 കാനഡയും 56 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ 5 രാജ്യങ്ങൾ ഈ അലയൻസിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇനി ഏറ്റവും റീസെന്റ് ആയിട്ട് 2016 ഈ 5 ഐസ് അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 ഐസ് ഇന്റലിജൻസ് ഓവർസൈറ്റ് ആൻഡ് റിവ്യൂ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലിനെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 5 ഐസിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ചില എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന 5 ഐസ് അലയൻസിന്റെ ഭാഗമായിട്ടുള്ള 5 രാജ്യങ്ങളുമായിട്ട് ഈ ഇന്റലിജൻസ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു ചില രാജ്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് പറയുന്ന ചില പേരുകളാണ് 9 ഐസ് അതുപോലെ തന്നെ 14 ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ 9 ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഐസ് അലയൻസിന്റെ കൂടെ മറ്റ് 4 രാജ്യങ്ങൾ, അതായത് ഡെൻമാർക്ക്, നോർവേ, ഫ്രാൻസ്, നെതർലാൻഡ്സ് എന്നീ 4 രാജ്യങ്ങളും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അതിനെയാണ് 9 ഐസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന 9 ഐസിന്റെ കൂടെ മറ്റ് 5 രാജ്യങ്ങളും കൂടി, അതായത് ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, ജർമ്മനി, സ്വീഡൻ എന്നീ 5 രാജ്യങ്ങളും കൂടി ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ 14 ഐസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 33-നകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് 2013 കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 2016 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണൽ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ കമ്പനി ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും, സിവിൽ നേച്ചറിലുള്ള കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും, എസ്പെഷ്യലി ഇൻസോൾവൻസി പ്രൊസീജിയർ, അതുപോലെ തന്നെ മേജർ, അക്വിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടുകളും അതുപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിനകത്തുള്ള ചില ഡിസ്പ്യൂട്ടുകളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2013 കമ്പനീസ് ആക്ടിനകത്ത് പറയുന്ന കമ്പനീസ്, ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ, അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന മറ്റുള്ള തരത്തിലുള്ള എൻറ്റിറ്റീസ് ഉണ്ട്. ആ എൻറ്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ നേച്ചറിലല്ലാത്ത സിവിൽ നേച്ചറിലുള്ള കേസുകളെല്ലാം തന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ 2013 കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലവിൽ വരുന്നതെങ്കിലും ഇതിന്റെ ഒക്കെ ഒരുപാട് മുമ്പ് ഈ 1999, 2000 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കമ്പനി ലോസും അതുപോലെ തന്നെ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജുഡിക്കേഷനും ഒക്കെ റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ബാലകൃഷ്ണ എറാഡി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി 2000 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കമ്പനി ലോ ട്രിബ്യൂണലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റിപ്പോർട്ടിനകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന മറ്റൊരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി ലോ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡും അതുപോലെ തന്നെ മറ്റൊരു ഏജൻസി ആയിട്ട് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ BIFR എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി ഉണ്ടായിരുന്നു. ഈ രണ്ട് ഈ പറയുന്ന BIFR-നെയും അതുപോലെ തന്നെ കമ്പനി ലോ ബോർഡിനെയും ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വരുന്നത്. അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വന്നതോടുകൂടി ഈ 2 ബോർഡുകളും ഇല്ലാതായി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് കമ്പനി ലോ അതുപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്
ഈ രണ്ട് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് 2013 കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ആക്ട് അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫോറം ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഉത്തരവുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അവാർഡുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പലറ്റ് അതോറിറ്റി അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളിതിനു മുമ്പ് കറണ്ട് അഫയേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണലാണ്. ഈ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരായിട്ട് സുപ്രീം കോർട്ടിലാണ് പിന്നീട് നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുക. ഇനി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഇപ്പൊ നിലവിൽ 16 ബെഞ്ചുകളാണുള്ളത്. അതിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലാണ്. അതുകൂടാതെ ഡൽഹിയിൽ തന്നെ ഇവർക്ക് മറ്റൊരു ബെഞ്ചുണ്ട്. അതുകൂടാതെ മൊത്തം 16, ഈ പ്രിൻസിപ്പൽ ബെഞ്ച് ഉൾപ്പെടെ 16 ബെഞ്ചുകളാണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവർക്കുള്ളത്. ഇനി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രസിഡന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്, ഈ പറയുന്ന ബെഞ്ചുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തീരുമാനിക്കുന്ന നമ്പർ ഓഫ് ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സുമാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ പ്രസിഡന്റിനെ സെൻട്രൽ ഗവൺമെന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഒരു ഹൈക്കോർട്ടിൽ 5 വർഷമോ അതിൽ കൂടുതലോ ജഡ്ജായിട്ടിരുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ മാത്രമേ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമേ അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റൂ. ഇനി ബാക്കിയുള്ള ജുഡീഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതൊരു സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പ്രസിഡന്റിന്റെയും മെമ്പേഴ്സിന്റെയും ടേന്യൂർ ആയിട്ട് പറയുന്നത്, പ്രസിഡന്റിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ടേന്യൂർ എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 67 വയസ്സ് വരെയോ ആണ്. ഇതിനകത്ത് ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ ടേന്യൂർ. മെമ്പേഴ്സിന്റെ ടേന്യൂർ എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ്. ഇനി ഇവർക്കൊരു മിനിമം ഏജ് പറയുന്നുണ്ട്, അതായത് മിനിമം 50 വയസ്സെങ്കിലും ആയിട്ടില്ലാത്ത ആളുകളെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് CBICയെ കുറിച്ചാണ്. സോ ഈ CBICയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 33 ഈ നമ്മുടെ പുതിയ എക്സൈസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് CBICയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ CBIC എന്ന് പറയുന്നത് 1963 സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് എന്നറിയപ്പെടുന്ന സെൻട്രൽ ബോർഡ്സ് ഓഫ് റവന്യൂ ആക്ട് എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ കീഴിൽ വരുന്ന 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. ആ 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ ഒന്നായിട്ട് 1963 സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന CBIC. ഓക്കെ, മറ്റൊന്ന് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. ഇത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള പേരിലാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് CBIC അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള പേരിലാണ്. ഇനി ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യയിലെ കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസ്, CGST അല്ലെങ്കിൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ IGST എന്നീ ടാക്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ലെവിയിങ്, കളക്ഷന്, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമുലേഷൻ ഓഫ് പോളിസിയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യലാണ് ഇവരുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നിയമങ്ങൾ, അതായത് കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST, അതുകൂടാതെ ഇവരുടെ പരിധിക്കകത്ത് വരുന്ന നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്മഗ്ലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ മറ്റൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഇവരുടെ ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് ഇവരുടെ കീഴിലുള്ള കുറെ സബോർഡിനേറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള കസ്റ്റംസ് ഹൗസസ്, സെൻട്രൽ എക്സൈസ് ആൻഡ് സെൻട്രൽ GST കമ്മീഷണറേറ്റുകൾ, അതുപോലെ തന്നെ സെൻട്രൽ റവന്യൂസ് കൺട്രോൾ ലബോറട്ടറി, ഇത്തരത്തിലുള്ള സബോർഡിനേറ്റ് ഓർഗനൈസേഷൻസിന്റെ മുകളിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് CBIC ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കംബോഡിയയാണ്. അപ്പോൾ കംബോഡിയ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇൻഡോ ചൈന പെനിൻസുല എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇൻഡോ ചൈന എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുണ്ട്. പണ്ട് ഇൻഡോ ചൈന എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്ന, ഇന്ത്യക്കും ചൈനക്കൊക്കെ ഇടയിലായിട്ട് കിടക്കുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും വലിയ രീതിയിലുള്ള കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മേഖലയുണ്ട്. ഈ പറയുന്ന വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, അതുപോലെ തന്നെ തായ്ലൻഡ്, മ്യാൻമാർ, മലേഷ്യ, ഈ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ ഇൻഡോ ചൈന അല്ലെങ്കിൽ മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നത്. ആ മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് കംബോഡിയ എന്ന് പറയുന്നത്. ഇവരുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ നോർത്ത് വെസ്റ്റിലായിട്ട് നമുക്ക് തായ്ലൻഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ നോർത്തേൺ സൈഡിലായിട്ട്
ലാവോസ് ഉണ്ട്, ഈസ്റ്റേൺ സൈഡിൽ വിയറ്റ്നാം ഉണ്ട്, സൗത്ത് വെസ്റ്റ് ആയിട്ട് ഗൾഫ് ഓഫ് തായ്ലൻഡ് ഉണ്ട്. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും പ്രദേശങ്ങളുമായിട്ടാണ് ഇവർക്ക് അതിർത്തി ഉള്ളത്. ഇനി അതുപോലെ തന്നെ കംബോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വലിയ ഇതിൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ അങ്കൂർ വാട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിൾ കോംപ്ലക്സുകൾ ഒന്നുള്ളത് ഈ കംബോഡിയയിലാണ്. അതുപോലെ തന്നെ ഒരു ടോൺലെ സാപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ഈ കംബോഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ കംബോഡിയയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ റിവർ സിസ്റ്റം ആയിട്ടുള്ള മെക്കോങ് റിവറിന്റെ ഒരു എസ്റ്റുറി പോലെയാണ്, അല്ലെങ്കിൽ മെക്കോങ് റിവറിന്റെ ഈ റിവർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടോൺലി സാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് കിടക്കുന്നത്. ഈ ഫ്രഷ് വാട്ടർ ലേക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിപ്പം കൂടിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ ടോൺലി സാപ്പ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആയിട്ട് കണക്കാക്കുന്നത് ഈ ഒരു ടോൺലി സാപ്പ് എന്ന് പറയുന്ന ലേക്കും അതിന്റെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ഏരിയാസുമാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം വൾണറബിൾ ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 2 രാജ്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒന്ന് ഈ കംബോഡിയയും മറ്റൊന്ന് ഫിലിപ്പീൻസും ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.